ഹലോ ഹായ് നമസ്കാരം. കുറേ ആയല്ലോ നമ്മൾ കണ്ടിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ 10 ദിവസത്തിലേറെ ഞാനൊരു വീഡിയോ ചാനലിട്ടിട്ട്. അപ്പോൾ എന്തായി നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഏകദേശം 48% റീച്ച് കുറഞ്ഞു, അത് താഴോട്ട് പോയി. അത്രയും ദിവസത്തെ ഡിലേ വരാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടത്. നമ്മളെ ചാനൽ കൊണ്ടു കിടക്കുമ്പോൾ ആ ചാനൽ ഓണർ ചെയ്യേണ്ടത്. 48% എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പകുതി ശതമാനം ആളുകൾക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടാൽ നോട്ടിഫിക്കേഷൻ പോയില്ല എന്നാണ് അർത്ഥം. അതായത് അത്രയ്ക്കും വ്യൂസും കുറയും, അത്രയ്ക്കും റീച്ച് കുറയും, അതിനനുസരിച്ച് റവന്യൂ ഉണ്ടെങ്കിൽ അതും കുറയും. അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളതല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. സമയം കിട്ടാത്തതിന് കാരണം പറയുകയാണെങ്കിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല തിരക്കിവിടെ ഉണ്ടായി. ഞാൻ ഇതിനു മുമ്പ് പണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു, സർവീസിങ് നിർത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ അധികം കണ്ടില്ല. സംഭവം ശരിയാണ്. കാരണം അത് നമ്മളെ ഇലക്ട്രോണിക് കണ്ടന്റ് അല്ല, ഇത് അതുപോലെ തന്നെ നമ്മളെ ടെക് കണ്ടന്റ് അല്ല. നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മളെ ഫോളോവേഴ്സ് മാത്രമേ, അതായത് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ചിലർ കാണാത്തവരാണ് നല്ല രീതിയിൽ സർവീസിന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെതായ, അതായത് നമ്മളുടേതായ ഒരു ഓൺ പ്രോഡക്റ്റ്, നമ്മൾ യൂണീക്ക് പ്രോഡക്റ്റ്, ഒരു യൂണീക്ക് ഐഡിയ ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ ഒരു സാധനം നല്ല സൂപ്പർ ആയിരിക്കും, ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ നല്ല സക്സസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു താല്പര്യത്തിൽ നമുക്കൊരു ഓൺ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് ഫ്രീ ടൈം കിട്ടാനും അങ്ങനെ എല്ലാ കാര്യത്തിനും കൂടിയാണ് ഞാൻ സർവീസ് നിർത്തിയതും ഫുൾ ഓൺലൈൻ വർക്ക് ചെയ്യുക. കാരണം നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ചെറിയ ജീവിതമാർഗ്ഗം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അത് വർക്ക് ചെയ്ത് അത് സക്സസ് ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതും നടന്നില്ല, യൂട്യൂബിൽ വീഡിയോ നടന്നില്ല. ഞാൻ വീണ്ടും മൂഷിക സ്ത്രീയായി, അതായത് ഞാൻ വീണ്ടും ഒരു ടെക്നീഷ്യനായി. ടെക്നീഷ്യൻ എന്ന നിലയ്ക്കുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വരാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഞാൻ റിട്ടേൺ അതിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ചാനൽ ഡൗൺ ആയി. ഇനിയിപ്പോൾ ചാനൽ രണ്ടാമതും ഗെയിൻ ചെയ്ത് കൊണ്ടുവരണം. 48% ഇനി ആയി വരണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 35 വീഡിയോ കയറണം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചാനൽ ഈ ഓൺലൈൻ വർക്ക് എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് കൺസിസ്റ്റൻസി. ഇന്ന് രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ 9-ൻ്റെയും 11-ൻ്റെയും ഇടയ്ക്ക് അത് നടന്നിരിക്കണം. ആ ഒരു ഓൺലൈൻ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന ടൈം അതാണെങ്കിൽ ആ ടൈമിൽ ഇട്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ ദിവസമെങ്കിലും ഇട്ടിരിക്കണം. ഒരു ഡേ, ഇപ്പോൾ ഒരു ഡെയിലി ഇടുന്ന വീഡിയോ ഇടുന്ന ഒരു ചാനലാണെങ്കിൽ അത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടൈമിൽ കൃത്യമായിട്ട് ഇട്ടിരിക്കണം. 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്ന ചാനലാണെങ്കിൽ അതിൻ്റെ റീച്ച് ഉണ്ടാവും. അത് 1 തന്നെ ഇട്ടിരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഇടുന്ന ചാനലാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി. അപ്പം ഞാൻ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും ഇടുക, അല്ലെങ്കിൽ 1 ഇടുന്ന രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവന്നു. അതായത് പെർ മന്ത് 26-28 വീഡിയോസ്, അങ്ങനെയാണ് എൻ്റെ ചാനലിൽ അതുണ്ടാവുക. കണ്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ആ രീതിയിലാണ് ആക്കിയിരുന്നത്. അതായത് അതിൻ്റെ റാങ്കിങ്ങിലൊക്കെ വളരെ ഗ്രേഡിലൊക്കെ ഞാൻ ഒരുപാട് ലെവലിൽ നല്ല രീതിയിൽ നിൽക്കുന്നവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇടിഞ്ഞു വീണത്. ഇപ്പോൾ ഞാൻ ഏകദേശം C ഗ്രേഡിലാണുള്ളത്, അങ്ങനെ വേണം പറയാം. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേഡ് C എന്ന് പറയാം. അതായത് 2 സ്റ്റെപ്പ് താഴ്ത്തു വന്നു. ഇത് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൊണ്ടാണ്. ഞാൻ വളരെ ഡിലേ വന്നിട്ട് 5 ദിവസം 7 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ ഡിലേയിലാണ് കുറച്ച് ദിവസം മുമ്പ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല ഹാർഡായി വന്നപ്പോൾ ഞാൻ മൊത്തം നിർത്തി വെച്ചിട്ട് ആ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആണ് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ചാനലിൽ ബാധിച്ചത്. കാരണം എത്ര കാലം ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഇത് ഈ ലെവലിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇത് നഷ്ടപ്പെടുമ്പോൾ അത് താഴോട്ട് പോകുമ്പോൾ വല്ലാത്ത വിഷമം വരും. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ കണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് റിപ്പീറ്റ് പറയാനുള്ളത്. അതുകൊണ്ട് അതിൽ പറയില്ല. താല്പര്യമുള്ളതെന്ന് കണ്ടു നോക്കുക. എനിക്കിവിടെ സർവീസർ വെക്കുന്നത് വരെ ഞാൻ നേരിട്ട് സർവീസ് എടുക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ഇന്ന് മെയിലിൽ, വാട്സപ്പിൽ, ഫോണിൽ, എല്ലാ വഴിക്ക് കൂടിയും കമൻസിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ വഴിക്കും സർവീസ് വല്ലാതെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സർവീസ് ചെയ്യാനുള്ള ഒരു നിർവാഹവും എനിക്കിവിടെ ഇല്ല. കാരണം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ആംപ്ലിഫയർ അസംബ്ലിങ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ചെറിയ തോതിൽ മാസത്തിൽ 1-2 വെച്ചിട്ട് ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ കാണലുണ്ടാവില്ല. കാരണം യൂട്യൂബ് സജസ്റ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല, നോട്ടിഫിക്കേഷൻ വരില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് കണ്ടൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ കണ്ടൻറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും നഷ്ടമല്ലേ. സാഹചര്യം അനുകൂലമാകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അറിയുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊരു വർക്ക്ഷോപ്പ് തന്നെ ഉണ്ടാവും. ചിലപ്പം അങ്ങനെ ഒരു മനസ്സിലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ആവുന്ന സാഹചര്യം ആകുമ്പോൾ, അങ്ങനെ ആവുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അറിയിക്കുക. അപ്പോൾ കൊണ്ടുവന്നാൽ മതി. ഏതായാലും ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആ പഴയ ടൈപ്പ് സിസ്റ്റങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡായ അവസ്ഥയിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് സർവീസ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണല്ലോ ഉള്ളത്. കുറച്ച് കാലം കൂടി ഒന്ന് പിടിച്ച് വെക്കാൻ പറ്റിയാൽ നമുക്കതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ മാക്സിമം ഞാൻ ശ്രമിക്കും. പിന്നെ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
ഒന്നരാടെങ്കിലും ശ്രമിക്കും, എന്നരാടെങ്കിലും വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും സഹകരിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇതിലൂടെ തന്നെ. അപ്പം മറ്റൊരു വീഡിയോ കാണാം.